നമസ്തേ. കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. എല്ലാവർക്കും നമസ്കാരം. വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി, വിഷുക്കൈനേട്ടം, വിഷുസദ്യ, അതുപോലെ വിഷുക്കളി, വിഷുവേല, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ ആദ്യം ഓടിയെത്തുന്നത്. അതിലേറ്റവും പ്രധാനമാണ് വിഷുക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷുക്കണിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകളാണ് സാധാരണയായിട്ട് ആ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട്. ആ വിഷുക്കണി ഒരുക്കുന്നതും അതുപോലെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ദോഷം കൂടി ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വർഷത്തെ ഫലം തന്നെ വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വിഷുക്കണി ഒരുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിഷുക്കണി ഒരുക്കുന്നതിന് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ കൂടി അത് മനസ്സിലാക്കാനുള്ളത് ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. അപ്പോൾ ഈ നമ്മൾ ഈ വിഷുക്കണി ഒരുക്കുന്നതിന് പ്രത്യേക സമയമുണ്ടോ? അതുപോലെ തന്നെ ഈ വിഷുക്കണി ഒരുക്കുന്ന അമ്മമാർ, സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? ഇതെല്ലാം വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക. അപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണി ഒരുക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ദോഷഫലം വരുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷുക്കണി ഒരുക്കുമ്പോൾ, അതായത് നമ്മളെല്ലാവരും തലേ ദിവസമാണല്ലോ വിഷു ഒരുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്രാവശ്യം വിഷു വരുന്നത് ഏപ്രിൽ 15 ബുധനാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വിഷുക്കണി ഒരുക്കേണ്ടത് ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാത്രിയിലാണ്. അപ്പോൾ നമ്മൾ ആ തലേ ദിവസം തന്നെ നമ്മുടെ വീടും പരിസരവുമെല്ലാം വളരെ ശുചിയാക്കിയിടുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. പിന്നെ മത്സ്യമാംസാദികൾ നമ്മൾ ആ ദിവസങ്ങളിൽ ആ 1-2 ദിവസം നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. പിന്നെ തലേ ദിവസം തന്നെ നിലവിളക്ക് ഒരുക്കി ആ ഭഗവാന്റെ വിഗ്രഹം തുടങ്ങി നമ്മൾ ആ കണിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും വളരെ വളരെ വൃത്തിയായിട്ടും ശുചിയായിട്ടും വെക്കേണ്ടതാണ്. ചിലവർ വിഷു ദിവസം വെളുപ്പിന് കണി ഒരുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ അത് ശരിയായ ഒരു രീതിയല്ല. ആ വിഷു ദിവസം വെളുപ്പിനല്ല കണിയൊരുക്കേണ്ടത്, തലേ ദിവസമാണ് നമ്മൾ കണിയൊരുക്കേണ്ടത്. അതായത് ഏപ്രിൽ 14 ചൊവ്വാഴ്ച തന്നെ നമുക്ക് കണിയൊരുക്കാം. അതും 12 മണിക്ക് മുൻപായിട്ടാണ് നമ്മൾ കണി ഒരുക്കേണ്ടത്. ആദ്യ ദിവസം നമ്മൾ ആ 14-ാം തീയതിയാണ് പറയുന്നത്, അത്താഴമൊക്കെ കഴിച്ച് നേരത്തെ കിടക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ അന്നേ ദിവസം ഒരിക്കലൂണൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ പഴമോ മറ്റൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ചിലപ്പോൾ അതിനും വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതിരാവിലെ കണി വിളക്ക് കൊളുത്തേണ്ട അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരിക്കൽ ഊണൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മൾ സസ്യാഹാരം കഴിക്കുന്നതാണ് അന്നേ ദിവസവും അതിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ രാത്രി നേരത്തെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഒരുപാട് ജോലികളുണ്ടായിരിക്കും. പാത്രങ്ങൾ കഴുകൽ, വൃത്തിയാക്കൽ, അതുപോലെ അടുക്കള പൂർണ്ണമായിട്ടും ശുചിയാക്കൽ, ഇതൊക്കെ രാത്രി വളരെ നേരത്തെ തന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ വിഷുക്കണി ഒരുക്കാനുള്ള കൃത്യസമയം നമുക്ക് ലഭിക്കുക. അപ്പോൾ ആരാണോ വിഷുക്കണി ഒരുക്കുന്നത്, സാധാരണയായിട്ട് ഒരു വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നത്. അവർ ചില ചിട്ടയോടുകൂടി ആ വിഷുക്കണി ഒരുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ആ അമ്മമാർ അതിരാവിലെ എഴുന്നേറ്റിട്ട് കണി ഒരുക്കാനുള്ള ആരോഗ്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരാണോ കണി ഒരുക്കുന്ന ആളുകളെ, അവർ കണി ഒരുക്കിയതിന് ശേഷം പിന്നീട് അടുക്കളയിൽ പ്രവേശിക്കുന്നത് അത്ര ഉചിതമല്ല. അതുകൊണ്ട് ആ കണി ഒരുക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അത്താഴമൊക്കെ കഴിഞ്ഞാൽ അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കുക, പണികളെല്ലാം മുഴുമിപ്പിക്കുക. അപ്പോൾ രാത്രി നമുക്ക് വെള്ളം കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ അടുക്കളയിൽ നിന്ന് ആദ്യം തന്നെ എടുത്ത് നമ്മുടെ മുറിയിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. കാരണം നമ്മൾ ആ വിഷുക്കണി ഒരുക്കി കഴിഞ്ഞാൽ പിന്നീട് അടുക്കളയിലേക്ക് വെള്ളം എടുക്കുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല.
പിന്നെ അത് വെള്ളം എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കുളിച്ച് ദേഹം ശുദ്ധിയാക്കുക. ആ ദേഹം മാത്രം കുളിച്ചാലും മതി. അതുകൊണ്ട് ദേഹം മാത്രം കുളിച്ചാലും മതി എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്, പാതിരാത്രി തലയിലൊക്കെ എങ്ങനെ വെള്ളം ഒഴിക്കുക എന്ന്. പക്ഷേ നെറുകയിൽ വെള്ളം ഒഴിച്ച്, അതായത് തലയിൽ വെള്ളം ഒഴിച്ച് ആ മുങ്ങിക്കുളിക്കുന്ന അതേ ശുദ്ധിയോടുകൂടി വേണം നമ്മൾ വിഷുക്കണി ഒരുക്കാൻ. അപ്പോൾ ആ തലയൊക്കെ നല്ലപോലെ കുളിച്ച് നമ്മളെ ശുഭ്ര വസ്ത്രമൊക്കെ അണിഞ്ഞ് ശുദ്ധിയോടുകൂടി ഭക്തിപൂർണമായ മനസ്സോടുകൂടി നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കിയിട്ട് ആ ഭഗവാനെയൊക്കെ സ്മരിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടി വേണം, അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് വേണം കണി ഒരുക്കാൻ തുടങ്ങേണ്ടത്. ഇനി ആ കണി ഒരുക്കുന്ന സ്ഥലം പൂജാമുറി ആയിരിക്കും പലരുടെയും വീട്ടിൽ. ഇനി പൂജാമുറി ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ഹാള് ആയിരിക്കും നമ്മൾ വിഷുക്കണിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെ വളരെ നേരത്തെ തന്നെ പൂജാമുറിയോ അല്ലെങ്കിൽ വിഷുക്കണി ഒരുക്കുന്ന സ്ഥലമോ ഒക്കെ നേരത്തെ തന്നെ അടിച്ച് വൃത്തിയാക്കി ശുചിയാക്കി വെക്കേണ്ടതാണ്. ആ കണി ഒരുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് നമുക്ക് അവിടെ ഒന്നുകൂടി ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് മഞ്ഞൾ കലർത്തിയ വെള്ളമോ ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പനിനീരോ ഉപയോഗിച്ച് ശുദ്ധിയാക്കാം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും തറയിൽ കണി ഒരുക്കരുത്. ഒരു പായ വിരിച്ചിട്ടിട്ട് അതിനു മുകളിൽ ശുദ്ധിയുള്ള ഒരു മുണ്ട് വിരിച്ചിട്ടിട്ട് അതിലാണ് നമ്മൾ കണി ഒരുക്കേണ്ടത്. അതായത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ശ്രീകൃഷ്ണ വിഗ്രഹമാണല്ലോ നമ്മൾ കണി കാണാൻ വെക്കാറുള്ളത്. അപ്പോൾ ആ ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ വിഗ്രഹത്തെ ഒരു പീഠത്തിൽ നമ്മൾ വൃത്തിയായിട്ട് അതിൽ ഒരു മഞ്ഞ പട്ടൊക്കെ വിരിച്ച് അതിനു മുകളിൽ വേണം ഭഗവാന്റെ വിഗ്രഹം ഭക്തിയോടുകൂടി വെക്കാൻ. ഇനി ആ വിഗ്രഹം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചാൽ മതിയാകും. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോവിനോ അല്ലെങ്കിൽ ഫോട്ടോയുടെയോ അല്ലെങ്കിൽ ആ ഭഗവാന്റെയോ മുന്നിലായിട്ട് നമുക്കൊരു ഓട്ടുരുളി വെക്കാം. ഓട്ടുരുളിയാണ് നമ്മൾ കണി ഒരുക്കുന്നതിന് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി അതും ഇല്ലാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രേ ആണ് ഉപയോഗിക്കുക എങ്കിലും അത് കുറച്ച് വലിപ്പമുള്ള ഒരു ട്രേ, അത് നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് ആ ഓട്ടുരുളിയിൽ ഒരു 1/4 ഭാഗത്തോളം ഉണക്കല്ലരി നല്ല പോലെ നിറച്ച് വെക്കണം. അതിന് മുകളിൽ നല്ല മഞ്ഞ നിറമുള്ള, നല്ല സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി, ഏറ്റവും പ്രധാനമാണ് ഈ കണിയിലെ കണിവെള്ളരി, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ കണിവെള്ളരി അതിൻ്റെ മുകളിൽ വെക്കുക. അത് ഈ കണിവെള്ളരി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുഖമാണെന്നാണ് സങ്കല്പം. അപ്പോൾ അത്രയും ഐശ്വര്യമുള്ള, അത്രയും ഭംഗിയുള്ള ആ നമ്മൾ ഒരുക്കേണ്ട കണിയിൽ ആ കണിവെള്ളരി അത്രയും നല്ലതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നമുക്കതിൽ ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ ഫലവർഗ്ഗങ്ങൾ വീട്ടിലുണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് പച്ചക്കറികൾ, നാളികേരം, വാൽക്കണ്ണാടി, കോടിമുണ്ട്, വെറ്റില, അടയ്ക്ക, സ്വർണം, നാണയങ്ങൾ, ഗ്രന്ഥം, കൺമഷി, കുങ്കുമച്ചെപ്പ്, ഇതെല്ലാം നമുക്ക് അതിൽ വെക്കാവുന്നതാണ്. അഷ്ടമംഗല തട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അതിൽ കണിയൊരുക്കുന്നതിൽ വെക്കേണ്ടതാണ്. ഇനി ഉരുളിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കാൻ നമുക്കത് കൊള്ളുന്നില്ല, അല്ലെങ്കിൽ സ്ഥലമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഒക്കെ വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള പച്ചക്കറികളോ ഫലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാവുന്നതാണ്. ഇനി നമ്മൾ വെക്കേണ്ടത് നെല്ലാണ്. ആ നെല്ല് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയ പറയിൽ, ഒരു ഗ്ലാസിൻ്റെ അത്രയൊക്കെ പോകുന്ന ഒരു പറ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ അത്ര ചെറിയ പറയിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ അതില്ലാത്തവർ ഒരു ഗ്ലാസ്സിൽ ഈ ഗ്ലാസ് എടുത്ത് ഈ കണിയൊരുക്കിയ സാധനങ്ങളുടെ അരികിലായിട്ട് നമുക്ക് അതിൽ നെല്ല് വെക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ തൊട്ട് മുൻപിലായി വെച്ചിട്ടുള്ള ആ ഉരുളിയിലാണ് ഇതൊക്കെ ഒരുക്കി വെക്കേണ്ടത്. ഇനി ഭഗവാന്റെ വിഗ്രഹത്തിന് തൊട്ട് വലതുവശത്ത് കുറച്ച് നീങ്ങിയിട്ട് വേണം നമ്മൾ നിലവിളക്ക് വെക്കേണ്ടത്. നമ്മൾ ഓരോന്ന് വെക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അതിൽ നിഴലൊക്കെ വന്ന് നമ്മുടെ കണി ഭംഗിയില്ലാതെ ആയിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ നിലവിളക്ക് ഭഗവാന്റെ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ വലതു ഭാഗത്ത് കുറച്ച് നീങ്ങിയിട്ട് അത് അവിടെ വെക്കാവുന്നതാണ്. പിന്നെ നിലവിളക്ക് നമ്മൾ അന്നേ ദിവസം കൊളുത്തേണ്ടത് 5 തിരിയിട്ട് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്, ഭദ്രദീപമായിട്ട്. സാധാരണ ചിലപ്പോൾ നമ്മൾ 2 തിരിയൊക്കെ ഇട്ടാണ് വെക്കുക. പക്ഷേ വിഷു നമ്മളുടെ ഏറ്റവും
ഏറ്റവും എന്താണ് പുണ്യദിനമാണ്. അപ്പം നമ്മൾ അന്ന് 5 തിരിയിട്ടിട്ടുള്ള വിളക്കാണ് വെക്കേണ്ടത്. നെയ്വിളക്കാണ് ഏറ്റവും ഉത്തമം. അത് നമ്മൾ പറ്റുമെങ്കിൽ നെയ്വിളക്ക് തന്നെ വെക്കുക. അത് വളരെ ഐശ്വര്യപ്രദം കൂടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ നിഴൽ ഒരിക്കലും മറ്റുള്ള ഭാഗങ്ങളിൽ പതിക്കാത്ത രീതിയിലായിരിക്കണം നിലവിളക്കിൻ്റെ സ്ഥാനം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് വന്ന് ആ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിൻ്റെ ദീപപ്രഭയിൽ മറ്റൊരു വസ്തുവിൻ്റെയും നിഴൽ ഭഗവാന്റെ മുഖത്ത് വീഴാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിളക്കിൻ്റെ സ്ഥാനം തന്നെയാണ്. അതെല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി ആ വിളക്കിൻ്റെ സ്ഥാനം കൃത്യസ്ഥാനത്ത് വെക്കുക. അതിൻ്റെ നിഴലോ മറ്റും വസ്തുക്കളുടെ നിഴലൊന്നും നമ്മുടെ ഭഗവാന്റെ മുഖത്ത് വീഴാൻ പാടുള്ളതല്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് ദോഷബലം തന്നെയാണ്. ഇത് കണിയൊരുക്കുന്ന എല്ലാ അമ്മമാരും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നിലവിളക്കൊക്കെ വെച്ചു. ആ നിലവിളക്കിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു കിണ്ടിയിൽ കുറച്ച് ജലം, അല്ലെങ്കിൽ കിണ്ടിയിൽ വെള്ളം വെക്കുക. സാധാരണ നമ്മൾ ജലം വെക്കുന്നുണ്ടോ, അതുപോലെ വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ കിണ്ടിയിലെ ജലത്തിൽ ഒരു വെളുത്ത പൂവ് ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇടണം. ഒരു വെളുത്ത പൂവാണ് ചെയ്യേണ്ടത്. പിന്നീട് തൊട്ടടുത്ത് നമുക്ക് ആ രാവിലെ നിലവിളക്ക് കൊളുത്താനുള്ള തീപ്പെട്ടി, അതുപോലെ നമുക്ക് കത്തിച്ച് വെക്കാനുള്ള ചന്ദനത്തിരി എല്ലാം എടുത്ത് അവിടെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അങ്ങനെ കണി ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നോക്കി ഉറപ്പാക്കുക എല്ലാം ഭംഗിയായും വൃത്തിയായും അതാത് സ്ഥലങ്ങളിൽ വെച്ചിട്ടില്ലേ എന്നുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചു എന്ന് ഉറപ്പാക്കിയാൽ, നമ്മൾ നാളികേരം മുഴുവനായിട്ട് ചിലർ കണിയിൽ വെക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ വെക്കേണ്ടത്. ആ നാളികേരം നമ്മളെ ഉടച്ച് 2 മുറിയായിട്ട് വെക്കുന്നതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, ആ മുറിയിലെ ആ 2 നാളികേരത്തിൻ്റെ ആ 2 മുറിയിലും നമുക്ക് നാണയത്തുട്ടുകളാണ് നമ്മളതിൽ ഇടാറുള്ളത്. അതിൽ ചിലവർ ആ നാളികേരം മുറിച്ച മുറിയിലെ എണ്ണ നിറച്ച് തീയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റിയ ദിവസം രാവിലെ അങ്ങനെ വിഷുക്കണി പൂർണ്ണമായും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി നല്ല ഇരുട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് മുറിയിൽ പോയി കിടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ വീണ്ടും അടുക്കളയിൽ പോയിട്ട് നമ്മൾ ബാക്കി പാത്രങ്ങൾ എടുത്തു കൊണ്ടുവരാനോ ആഹാര സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാനോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കണി ഒരുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുക്കളയിൽ പ്രവേശിക്കാതെ നേരത്തെ തന്നെ അടുക്കളയിലെ ജോലികളെല്ലാം നമ്മൾ തീർത്ത് വെക്കേണ്ടതാണ്. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും അടുക്കളയിലെ ജോലി നമ്മൾ ചെയ്യാൻ മറന്നുപോയി വിട്ടുപോയി എങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ള മറ്റാരെയെങ്കിലും ആ ജോലി ഏൽപ്പിക്കേണ്ടതാണ്. അതുപോലെ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർ വെള്ളം നേരത്തെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണി ഒരുക്കി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ മുറിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ രാവിലെ കണി വിളക്ക് നമുക്ക് തെളിയിക്കണം അല്ലേ. അതിനു വേണ്ടി മാത്രമാണ് നമുക്ക് രാവിലെ ആദ്യം എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കണി ദീപം തെളിയിക്കൽ വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റാണ് നമ്മൾ ഈ ദീപം തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഏപ്രിൽ 15-നാണല്ലോ നമ്മുടെ വിഷു. അന്ന് ബ്രാഹ്മ മുഹൂർത്തം വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4:42-നും അതുപോലെ 5:30-ക്കും രാവിലെ പ്രഭാതത്തിലാണ് പറയുന്നത് കേട്ടോ. ആ സമയത്താണ്. അതുകൊണ്ട് ആ സമയത്ത് അമ്മമാർ എഴുന്നേൽക്കുന്നത് നന്നായിരിക്കും. എന്നിട്ടോ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നമ്മളെ കണി ഒരുക്കി വെച്ചിയ സ്ഥലത്തെത്തി കിണ്ടിയിൽ നിന്ന് ജലം എടുത്ത് അതെന്ത് ചെയ്യണം, നമ്മുടെ ദേഹത്തേക്ക് നമുക്കൊന്ന് ശുദ്ധമാക്കാം. ഒപ്പം നമ്മുടെ കണ്ണിൽ ഒരു തുള്ളി ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 കണ്ണിലും ദേഹത്തൊക്കെ തെളിച്ച് നമ്മൾ വളരെ ശരീരം ശുദ്ധിയാക്കുക. അത്ര ചെയ്താൽ മതി. കാരണം നമ്മൾ തലേ ദിവസം രാത്രിയിൽ കുളിച്ച് ശുദ്ധിയോടുകൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ചിലപ്പോൾ തോന്നും ഇനിയിപ്പോൾ വിളക്കൊക്കെ കൊളുത്താനല്ലേ, അപ്പോൾ ഒന്നുകൂടി പോയി കുളിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ വരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കും കണി കാണേണ്ടതാണ്. നമ്മൾ ആദ്യം പോയി കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ആ കണി കാണേണ്ട ആ കണി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ കണി കണ്ടാലും പോരാ, നമ്മൾ മറ്റുള്ളവർക്കെല്ലാവർക്കും കണി കാണിക്കണം. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ അവിടെ ആ കണി കാണുന്ന സ്ഥലത്ത് എത്തിക്കേണ്ട ചുമതല കൂടിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ നമ്മൾ പൂജാമുറിയിലേക്കോ അല്ലെങ്കിൽ കണി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കോ നമുക്ക് എഴുന്നേറ്റ് ഉടനെ പോകാവുന്നതാണ്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ നിലവിളക്ക് കൊളുത്തി ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള ഓരോ വസ്തുവും ഭഗവാന്റെ നിവേദ്യമാണ്. അതിലെ ഓരോ വസ്തുക്കളും ആ ദീപത്തിൻ്റെ പ്രഭയിൽ അങ്ങനെ മനസ്സ് നിറച്ച് ആ ദീപം കത്തിച്ച് വയ്ക്കുക. ആ ദീപത്തിൻ്റെ പ്രഭയിലാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ഓരോ വസ്തുവിനെയും നമ്മൾ ശ്രദ്ധിച്ച് കാണുക, അല്ലെങ്കിൽ നിറച്ചു കാണുക, ഭഗവാനെ സങ്കല്പിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളെല്ലാം വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടി മനസ്സുരുകി അമ്മമാർ അന്നേ ദിവസം ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇനി നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു 48 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ തന്നെ അതായത് രാവിലെ 5:30 മണിക്കുള്ളിൽ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഓരോരുത്തരായിട്ട് നമ്മൾ വിളിച്ചുണർത്തി കണ്ണുകൾ പൊത്തി, നമുക്കറിയാലോ അതൊക്കെ കണ്ണുകൾ പൊത്തിയിട്ട് വേറെ ഒന്നും കാണാതെ ആദ്യം കണി കാണുന്ന രീതിയിലാണ് നമ്മൾ ഓരോരുത്തരെയായി കൊണ്ടുവന്ന് കണിയുടെ മുന്നിലിരുത്തുക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ നമ്മൾ 5:30 മുന്നേ തന്നെ വിഷുക്കണി കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അത് നല്ല ശുഭമുഹൂർത്തമാണ്, ബ്രാഹ്മമുഹൂർത്തമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കണി കാണാൻ വന്നിരുന്ന ഓരോരുത്തർക്കും നമ്മൾ മുതിർന്ന അമ്മമാർ കൊടുക്കേണ്ടത് വിഷു കൈനേട്ടമാണ്. അപ്പോൾ അത് ആ കൈനേട്ടം നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ഈ വർഷത്തെ വിഷുവും വിഷുഫലവും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ വിഷു കൈനേട്ടം അവർക്ക് നൽകാൻ. അതുപോലെ തന്നെ ഈ വർഷം സമ്പൽ സമൃദ്ധിയോടുകൂടി ആവട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നമുക്ക് ആ മക്കളെയൊക്കെ അനുഗ്രഹിക്കാം. ആ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മുഖവും കണിയിലെ ഓരോ വസ്തുക്കളും കണ്ണ് നിറയെ കണ്ട്, അതുപോലെ അവിടെ വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ടാവും അല്ലേ, ആ വാൽക്കണ്ണാടിയിൽ അവരുടെ സ്വന്തം മുഖവും കൂടി നോക്കാൻ വേണ്ടി ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്കറിയില്ല എവിടെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഭഗവാന്റെ മുഖം ആദ്യം ദർശിക്കുക, പിന്നെ വാൽക്കണ്ണാടിയിൽ അവനവൻ്റെ മുഖവും ദർശിക്കാൻ പറയാം. അങ്ങനെ അവരെ നല്ലപോലെ അനുഗ്രഹിക്കുക. എന്നിട്ട് അവരുടെ കൈ നിറയെ വെള്ളി നാണയങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നോട്ടായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നാണയത്തുട്ടുകൾ വെക്കാൻ മറക്കരുത്. നമുക്ക് എത്ര കൊടുത്താലും നമ്മുടെ മക്കൾക്കും അതിലൊക്കെ വിഷു കൈനേട്ടം നമുക്ക് അധികമാവില്ല. പക്ഷേ നോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ നാണയത്തുട്ടുകൾ കൂടി വെക്കുക. എന്നിട്ട് ആ കുട്ടികളുടെ അടുത്ത് നമ്മൾ സരസ്വതീ ദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കണിയിൽ ഗ്രന്ഥം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അതിൽ വെച്ചിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഗ്രന്ഥമാണോ അവിടെ വെച്ചിട്ടുള്ളത്, അത് ഭാഗവതം, നാരായണീയം, അല്ലെങ്കിൽ ഭഗവത്ഗീത, ദേവി മാഹാത്മ്യം, അങ്ങനെ എന്തുമാകാം. അത് നമ്മൾ കണിയൊരുക്കുമ്പോൾ അവിടെ നമ്മൾ ആ പുണ്യഗ്രന്ഥം വെക്കേണ്ടതാണ്. അതിൽ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളോട് പറയേണ്ടതാണ്. കാരണം അവർക്ക് ആ വിദ്യാദേവതയാണ് പ്രസാദിക്കേണ്ടത്. അപ്പോൾ ആ സരസ്വതി ദേവിയാകുന്ന അല്ലെങ്കിൽ വാഗ്ദേവതയാകുന്ന ആ പുണ്യഗ്രന്ഥത്തെ തൊഴുകാനും പ്രാർത്ഥിക്കാനും വന്ദിക്കാനും ഒക്കെ കുഞ്ഞുങ്ങളോട് പറയുക. എന്നിട്ട് അവരുടെ കൈ നിറയെ നാണയത്തുട്ടുകൾ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി അവരെ അനുഗ്രഹിക്കുക. ഇനി അതിനുശേഷം നമുക്ക് അമ്മമാർക്ക് അവിടെ ഇരുന്ന് ആ രാമായണം എടുക്കാവുന്നതാണ്. നമ്മൾ രാമായണം കണിയിൽ വെക്കാറുണ്ട്. അങ്ങനെ ആ രാമായണം എടുത്ത് ആ രാമായണം പകുത്ത് അതിൻ്റെ ഫലം അറിയുക എന്നൊരു ചടങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ ഫലങ്ങൾ അറിയാൻ നമ്മൾ പണ്ട് മുത്തശ്ശിമാർ മുതലുള്ള എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ ചെയ്യുക, നമ്മുടെ ഒരു അന്നത്തെ ഫലം എന്താണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫലം എന്താണ് എന്നൊക്കെ അറിയാൻ നമ്മൾ രാമായണത്തെ ആസ്പദമാക്കിയിട്ടാണ് ഫലം തിരിച്ചറിയാറ്. അപ്പോൾ നമ്മൾ ആ പുണ്യഗ്രന്ഥമായ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ ആ രാമായണം ഒന്ന് എടുത്ത് പകുക്കുക. എന്നിട്ട് അതിൽ വരുന്ന ആ വലതുഭാഗത്തുള്ള പേജ് നമ്മൾ വായിച്ചു നോക്കുക. അതിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ആ ഒരു വർഷത്തെ ഫലത്തിൻ്റെ സൂചനകൾ ആയിരിക്കും നമുക്ക് രാമായണം പകുത്ത് കിട്ടിയ ഭാഗത്ത് വരുന്നത്. അതെന്തെങ്കിലും അതിൽ ഉറപ്പായിട്ട് അതിലും ഉണ്ടായിരിക്കും. അങ്ങനെ സമൃദ്ധമായ ഒരു വിഷു അതിൻ്റെ എല്ലാ ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയാണ് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ വിഷു ഒരുക്കുന്നവർ വിഷു ഒരുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ 14-ാം തീയതി 12 മണിക്ക് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വിഷുക്കണി ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അതുപോലെ പ്രാർത്ഥനയോടുകൂടി ഐശ്വര്യത്തോടും കൂടി ഒരുക്കി വയ്ക്കുക. അതിനുശേഷം അടുക്കളയിൽ പ്രവേശിക്കാതിരിക്കുക. കുളിച്ചതിന് ശേഷം പോയി കിടക്കുക.
എഴുന്നേറ്റ് ആദ്യം നമ്മൾ വന്ന് ആ ദീപം തെളിയിച്ച് ഭഗവാന്റെ മുഖം ദർശിക്കുക. അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും വളരെ ഐശ്വര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി വിഷുക്കണി കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഐശ്വര്യവും മംഗളവും ഉണ്ടായിരിക്കും. അതിനൊക്കെ നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് അമ്മമാർ, സ്ത്രീകളാണ് ഈ കാര്യത്തിൽ. നമ്മുടെ ഈ ഒരു വർഷത്തെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വർഷഫലം നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. ഈ തെറ്റുകളൊക്കെ വരുത്താതെ നമ്മൾ വിഷുക്കണി ഒരുക്കുക. അത് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടായി തീർക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഈ ഫലം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ വിഷുഫലങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ രാമായണ ഭഗത്ത് കിട്ടിയ ഭാഗത്തിൽ എന്ത് നല്ല സൂചനയാണ് നമുക്കൊക്കെ വന്നിരിക്കുന്നത്. ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കേട്ടോ രാമായണം പകുക്കാൻ. അപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ വർഷം കിട്ടിയ വിഷുഫലം ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ കുറിച്ചിടുക. വളരെ നല്ലതാണ്, നമുക്കത് പങ്കുവെക്കാം. എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ കമൻറ്റ് ചെയ്യുന്നതോടുകൂടി എല്ലാവരും ഇപ്രാവശ്യത്തെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ചെയ്യുക. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.